നീർച്ചാല് തേടുന്ന മാൻപേട പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനെപ്പോലെ എപ്പോഴും ദൈവസന്നിധിയിലണയാൻ തീവ്രമായ പ്രാർത്ഥനയോടെ കാത്തിരുന്ന വ്യക്തിയാണ് വിശുദ്ധ ദേവസഹായം പിള്ള. സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന അന്നത്തെ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്തുള്ള നട്ടാലം എന്ന ഗ്രാമത്തിൽ മരുതക്കുളങ്ങര എന്ന പ്രശസ്തമായ തറവാട്ടിൽ 1712 ഏപ്രിൽ 23-ാം തീയതി ദേവസഹായം പിള്ള ജനിച്ചു. ക്രിസ്തുവിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ദേവസഹായം പിള്ളയെ 2022 മെയ് മാസം 15-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ അൽമായനും ധീര രക്തസാക്ഷിയുമായ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജീവിത കഥയെ ആസ്പദമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം കാറ്റാടി മലയിലെ കനകവിളക്ക്. ഇത് നട്ടാലം ഗ്രാമം, പത്മനാഭപുരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഗ്രാമം. എന്താ, നമുക്ക് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാലോ? തമ്പിരാൻ നോക്കണ്ട്. ഞങ്ങ കതിരിനെ നാമ്പ് വന്ന് ഞങ്ങ കനവിന് വേര് വന്ന് ഞങ്ങടെ ഗന്ധോയം തിരളെടുത്ത് ഞങ്ങടെ സൂര്യൻ വെയില് തന്ന് തന്നക്കണ്ടാരോ തന്നക്കണ്ടാരോ ഏലോ ഏലോ ഏലലമ്മ തന്നക്കണ്ടാരോ തന്നക്കണ്ടാരോ ഏലോ ഏലോ ഏലലമ്മ ഞങ്ങടെ ആകാശം മഴയിൽ തന്ന് ഞങ്ങടെ ഞാറിനില വളർന്ന് ഞങ്ങ കളമാറ്റി നോമ്പ് നോറ്റ് ഞങ്ങ വളമിട്ട്
ഈ ഗ്രാമത്തിന്റെ നടുവിലായി ആനപ്പാറ, അപ്പാട്ടുകുഴി എന്നീ 2 കുന്നുകൾക്കിടയിൽ പ്രശസ്തവും സമ്പന്നവുമായ മരുതക്കുളങ്ങര തറവാട്ടിൽ 1712 ഏപ്രിൽ മാസം 23-ാം തീയതി വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും മകനായി നീലകണ്ഠപിള്ള ജനിച്ചു. ശിശു ജ്ഞാനത്തിലും പ്രായത്തിലും സർവരുടെയും പ്രീതിയിലും വളർന്നു വന്നു. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലും തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിലും ആയോധന കലയിലും സമർത്ഥനായിരുന്നു യുവാവായ നീലകണ്ഠപിള്ള. വീട്ടിലെയും നാട്ടിലെയും കണ്ണിലുണ്ണി, കരുണാമയൻ ആ മരുതൻകുളങ്ങര തറവാട്ടിലേക്ക്. പോയി സമാധാനമായി. ഒന്നു ജീവിക്കാൻ പെടുന്ന പാടെ പണ്ടാരടങ്ങാൻ. പുലരുന്നത് മുതൽ 5 മണി വരെ പാടത്ത് പണിയണം. പാട്ടക്കാശും പലിശയും കൂട്ടി തമ്പ്രാമാരുടെ വീട്ടിൽ കൊണ്ടേ കൊടുക്കണം. ഒടുവിലിപ്പം ഇങ്ങനെ ദേ ഈ പറമ്പിലെ പട്ടിയെ ഓടിക്കണം. എന്റെ ജീവിതം കഷ്ടം തന്നെയാണ് കേട്ടോ. എന്തായാലും ഇമ്മിണി വിശ്രമിച്ചിട്ട് തന്നെ കാര്യം. പണ്ടാരടങ്ങാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വന്നാലോ? പോയി അറിയാം കീറ് കിട്ടുമെന്ന്. അതെങ്ങനാ? അടിയാനേക്കാൾ വലുതാണല്ലോ ഈ വീട്ടിലെ പട്ടി. ഇനി കാലുമേ കമ്മുന്നതിന് മുമ്പേ തമ്പ്രാനെ വിളിക്കാം. തമ്പ്രാ, ഓ തമ്പ്രാ, തമ്പ്രാ, ചാത്തൻ വന്നേ. പണ്ടാരടങ്ങാൻ വടിയായി പോയോ? ആരാ അവിടെ കിടന്ന് തൊള്ളോറക്കുന്നേ? വടിയായില്ല, രക്ഷപ്പെട്ടു. ചോദിച്ചത് കേട്ടില്ലേ? അന്തിവിളക്ക് തെളിയിക്കുന്ന നേരത്ത് പിച്ചക്കാരുടെ ശല്യമോ? ദാണ്ട അടക്കുന്നു. ഇതാ കുഴപ്പം. അമ്പ്രാന്ന് വിളിച്ച മടം കാര്യത്തം വിളിയേക്കും. അമ്പ്രാന്ന് എല്ലിനോളം കഴിക്കുമ്പോ കാര്യത്തം വെള്ളക്കോളം കഴിക്കും. സംശയമുണ്ടോ? എന്നാ ഇപ്പൊ കാണിക്കാം. പിച്ചക്കാരനാണെങ്കിൽ രാവിലെ മാത്രമേ ഇല്ലത്ത് നിന്ന് പിച്ച കൊടുക്കൂ. ഇനി അത്താഴ പട്ടിണിക്കാരനാണെങ്കിൽ പടിപ്പുരയിൽ വിശ്രമിക്കുക. പിച്ചക്കാരനല്ലേ? എരപ്പേ, ഒരു ക്ഷത്രിയന്റെ മുന്നിൽ പിന്നാമ്പുറം കാട്ടാൻ മാത്രം ചാത്തൻ വളർന്നു അല്ലേ? പിന്നെ പറയുന്ന കേട്ടാത്തൊന്നും കാര്യത്തിന് പിന്നാമ്പുറം ഇല്ലെന്ന്. ചാത്തോ, നീ വല്ലതും അരുളിയോ? ഞാനൊന്നും അരുളിയില്ലേ. എടാ ചാത്ത, എന്തോ? നീ അവിടെ ഇരി. ഇവിടെയോ? ആ അവിടെ ഇരുന്നു. പറ. എടാ ചാത്ത. പറഞ്ഞോ. എടാ, നിന്റെ കാളിക്ക് സുഖമാണോടാ? അല്ല, അവളെ കണ്ടിട്ട് ഒത്തിരി നാളായി. എന്നാത്തിനാ? അല്ല, വെറുതെ ഒന്ന് കാണാൻ. അവളിവിടെ ഇല്ല. എന്റെ മൂത്ത മകൾ ചിരിതയുടെ 6ാമത്തെ പേരെടുക്കാൻ കോത്തലയ്ക്ക് പോയിരിക്കുക. കഷ്ടം തന്നെ. ഹോ, സമയദോഷം. നേരം ഇരുട്ടാൻ പോകുന്നു. വന്ന കാര്യം പറയുക. അമ്പ്രാനെ ഒന്ന് മുഖം കാണിക്കണം. ഒരു സങ്കടം പറയാനാ. സങ്കടങ്ങളും പരാതികളും ആദ്യം എന്നോട് പറയുക. ആദ്യം ഞാൻ കേൾക്കട്ടെ. എന്നിട്ട് കൊള്ളാവുന്നതാണെങ്കിൽ തമ്പ്രാനോട് ഞാൻ പറഞ്ഞോളാം. പറയൂ, എന്താണ് ആ സങ്കടം? അത് പിന്നെ... ഓഹോ, അതാണോ സങ്കടം? അതല്ല. എങ്കിൽ സമയം കളയാതെ പറയൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ ആണ്ടത്തെ കൃഷി നശിച്ചു. അതുകൊണ്ട് പാട്ടം തരാനുള്ള പണം ഇല്ല അല്ലേ? കൃഷി നശിച്ചില്ലെങ്കിൽ പാട്ടം തന്നാൽ മതി എന്നായിരുന്നില്ലല്ലോ കരാർ? അല്ല, എന്നാലും കൃഷി ഇറക്കേണ്ടതും വിളവെടുക്കേണ്ടതും നിങ്ങളാണ്. അത് കൃത്യമായിട്ട് ചെയ്യാതെ... എല്ലാം കൃത്യമായിട്ട് ചെയ്തതാ. പക്ഷെങ്കിൽ കാലാവസ്ഥ ചതിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ആണ്ടുകൂടി പാട്ടത്തിന് തന്നാ ഈ കടം ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിക്കൊള്ളാം. അടുത്ത ആണ്ടും നിങ്ങൾ ഇതുതന്നെ പറഞ്ഞു വന്നാലോ? അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് പാട്ടം അടച്ചു തീർക്കുക, എങ്ങനെയെങ്കിലും. അങ്ങ് വിചാരിച്ചാൽ... ഞാൻ വിചാരിക്കില്ല. എന്റെ തമ്പ്രാന് നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ വിചാരിക്കില്ല. നിങ്ങൾക്ക് പോകാം. പോകാൻ വരട്ടെ.
നീലാണ്ടമ്പ്ര ഞങ്ങളെ സഹായിക്കണം. കൃഷി മോശമായി. ഒരു തവണ കൂടി പാടം വിട്ടു തരണം. ഞങ്ങൾ എങ്ങനെയെങ്കിലും കടം വീട്ടിക്കോളാം. തലമുറകളായി ഞങ്ങൾ കൃഷി ചെയ്യുന്ന പാടം വേറെ ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുത്താ സങ്കടമുണ്ട്. ആ പാടം അടുത്ത വർഷവും നിങ്ങൾക്കു തന്നെ പാട്ടത്തിന് തരും. നീലകണ്ഠ, എന്താ ഈ പറയുന്നത്? ഇവരുടെ സങ്കടങ്ങളെല്ലാം ഞാൻ കേട്ടു. ഈ പാവങ്ങളെ സഹായിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മുടെ മണ്ണിൽ പൊന്നു വിളയിക്കേണ്ടത് അവരാണ്. അവരില്ലാതെ ഈ നാടിന് ജീവനില്ല. അതുകൊണ്ടാണ് എൻ്റെ ഈ തീരുമാനം. അമ്മാവാ, എല്ലാം ഞാൻ കേട്ടു. അന്നം തരുന്നവനെ പിണക്കരുതമ്മാവാ. എനിക്ക് പ്രായമായി. ഈ കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കുക. നീ അറിവുള്ളവനാണ്. നിന്റെ തീരുമാനങ്ങളൊന്നും തെറ്റാവില്ലെന്ന് ഈ അമ്മാവന് ഉറപ്പുണ്ട്. സന്തോഷമായല്ലോ. ചെന്ന് അടുത്ത കൃഷിക്കുള്ള ഒരുക്കങ്ങൾ കൂട്ട്. ഏൻ കൊണ്ടുവന്ന ഈ കാണിക്കകള് അങ്ങ് സ്വീകരിച്ചാലും. ഒന്നും വേണ്ട. കൂരയിൽ തീരെ നില്ലില്ലെന്ന് എനിക്കറിയാം. ഇവിടുത്തെ പത്തായങ്ങൾ എന്നും നിറഞ്ഞു തന്നെ ഇരിക്കുന്നു. എന്നാലും ശരി, ആ ചാക്കഴിക്ക്. ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പിടി നെല്ല്. ഇത് ഞാൻ എടുക്കുന്നു. പാവങ്ങളോട് കരുണ കാണിക്കുന്ന അങ്ങ് വലിയവനാണ്, ദീനദയാലുവാണ്. ദൈവതുണ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകും. ഞാൻ ഇറങ്ങുന്നു തമ്പ്രാക്കന്മാരെ. ആ നീലകണ്ഠ, ആ ജോത്സ്യൻ വന്നിരുന്നു. എന്തിനാണാവോ? മറന്നോ? നിന്റെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടാ വന്നത്. ഇരണിയലിനടുത്ത് മേക്കാട് കുടുംബത്തിലെ ഭാർഗവി നിന്റെയും ഈ കുടുംബത്തിന്റെയും കെടാവിളക്കായിരിക്കും. ചിങ്ങം 14 ഒരു മുഹൂർത്തമുണ്ടത്രേ. അപ്പോ അടുത്ത ദിവസം നിശ്ചയം. അവർക്കും സമ്മതമാണെങ്കിൽ ചിങ്ങം 14 തന്നെ കല്യാണം. എന്താ? ആയിക്കോട്ടെ. വിഷമിക്കേണ്ട, അത് കാറ്റുകൊണ്ടണഞ്ഞതല്ലേ. എന്നാലും എന്തോ ഒരപശകുനം പോലെ. ഒരവശകുനവുമില്ല. ഇങ്ങനെ ശകുനം നോക്കാൻ പോയാൽ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഈ കിടാവിളക്കുള്ളപ്പോൾ മറ്റുള്ള വിളക്കുകൾ അണഞ്ഞോട്ടെ. എന്നാലും എനിക്കെന്തോ ഒരു സങ്കടം. അത് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എന്റെ തെറ്റ് അങ്ങ് ക്ഷമിക്കണം. അത്തരം അന്ധവിശ്വാസങ്ങളോട് എനിക്ക് യോജിക്കുവാനാകില്ല. കാറ്റ് വന്നു, വിളക്ക് കെട്ടു. അതിന് നമ്മൾ എന്തു പിഴച്ചു? കെട്ടുപോകുന്ന വിളക്കുകൾ വീണ്ടും തെളിയിച്ച് നമുക്ക് മുന്നോട്ടു പോകാം. അണഞ്ഞ ദീപങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാനുള്ളതല്ല ജീവിതം. കിടാവിളക്കുകൾ ശേഷിക്കുകയാണ് വേണ്ടത്. അതിന് പ്രതിബന്ധങ്ങളെ ധൈര്യസമേതം നേരിടാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാകണം. അത്തരമൊരു ചിന്തയിലൂടെ നമുക്ക് ഈ ജീവിതം ആരംഭിക്കാം. ബഹുമാന്യരെ, കുളച്ചൽ യുദ്ധത്തിൽ വിദേശികളായ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയ ധീരവീര മാർത്താണ്ഡവർമ്മ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ആഗതനാണ്. ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കേണ്ട ഐതിഹാസികമായ ചരിത്ര വിജയമാണ് നാം കുളച്ചൽ യുദ്ധത്തിൽ നേടിയത്. വൈദേശിക ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൽ നാം സന്തോഷിക്കുന്നു. ഈ സുന്ദര സുദിനത്തിൽ നമ്മുടെ നർത്തകിമാരുടെ നടനങ്ങൾ നടക്കട്ടെ. Go
കൊള്ളാം, നന്നായിരിക്കുന്നു. കലാകാരന്മാർ നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യ നിധി തന്നെ. നമ്മുടെ വിജയത്തിൽ ഭാവുകമരുളിയ ഇവരെ നല്ല സമ്മാനങ്ങൾ കൊടുത്ത് ആദരിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. വിദേശികളെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തുരത്തിയതിന്റെ വിജയാഹ്ലാദത്തിൽ പങ്കുകാരായ നിങ്ങളെ നാം സ്വാഗതം ചെയ്യുന്നു. യുദ്ധവിജയം അടിമുടി പരിശോധിക്കുമ്പോൾ യുദ്ധം നയിച്ചവരും സൈനികരും അതിശയം ജനിപ്പിക്കുന്നു. ഒരു സത്യപ്രഭാതത്തിന്റെ വലിയ കടന്നുകയറ്റം കാണാൻ കഴിഞ്ഞു. അതെന്താണെന്ന് തെളിച്ചു പറയൂ. മറ്റൊന്നുമല്ല, കർണനെ വെല്ലുന്ന യുദ്ധതന്ത്രം, അർജുനന്റെ കരുത്ത്, ശക്തി, പ്രഭാവം. അത് മാത്രം മതിയല്ലോ. മറ്റൊന്നും കൂടിയുണ്ട്. നാടിനെയും നാട്ടുകാരെയും ഭയപ്പെടുത്തി തോക്കും പീരങ്കിയും വെടിക്കോപ്പുമായി ഡച്ച് സൈന്യം മുന്നോട്ട് ചീറിപ്പാഞ്ഞു വന്നെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട നിരാലംബരായ ഒരു ജനതയുടെ മനോവീര്യം ചോർന്നു പോകാതെ അവരെയെല്ലാം കോർത്തിണക്കി വലിയ തിരിച്ചടിയിൽ കടപുഴകി വീണ ഡച്ച് സൈന്യത്തെ പരിതാപകരമായി പരാജയപ്പെടുത്തിയ ആ ബുദ്ധിശക്തിയെ എത്ര പുകഴ്ത്തിയാലും മതി വരില്ല. ഈ രാജ്യത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് നയിച്ച 8 വീട്ടിൽ പിള്ളമാരെയും അവരിൽ അവശേഷിക്കുന്ന നാരായ വേരുകളെയും തിരഞ്ഞു പിടിച്ച് വകവരുത്തിയില്ലേ? ആ ബുദ്ധിസാമർഥ്യത്തെ നാം അഭിനന്ദിക്കുന്നു. ഇനിയുമുണ്ട് ഏറെ കാര്യങ്ങൾ. നിലവിലുള്ള പ്രഭുക്കന്മാരെയും ഇടനിലക്കാരെയും പ്രാദേശിക കുടുംബങ്ങളെയും ഇല്ലാതാക്കി കാര്യക്ഷമതയും സത്യസന്ധതയും സാമർഥ്യവും ആത്മാർത്ഥതയും ഉദ്യോഗസ്ഥരെ ആദരിച്ചും ബഹുമാനിച്ചും തിളക്കമാർന്ന ഒരു പൊതു സർവീസ് തന്നെ ഉണ്ടാക്കി. അതുപോലെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ദേവസ്വം, ഭണ്ഡാരം വക, ബ്രഹ്മാസം എന്നിവ വേർതിരിച്ച് അതിന് ഗ്രാമത്തിൽ ഗ്രാമപതി പ്രവർത്തിക്കാൻ അധികാരി എന്നിവരെ ചുമതലപ്പെടുത്തി ആദ്യമായി കായൽ ഗതാഗതം സുഗമമാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ചു. ശരി, വളരെയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് കർമ്മപഥത്തിലേക്ക് തിരിച്ചു വരാം. ഇന്ന് നമ്മുടെ ശത്രുക്കളായ വിദേശികൾ ആധുനിക രീതിയിലാണ് മുന്നേറുന്നത്. അവരുടെ തോക്കും ചീറിപ്പാഞ്ഞു വരുന്ന പീരങ്കിയുടെയും മുന്നിൽ നമ്മുടെ സൈന്യം വാളും പരിചയവും കുന്തവുമായി എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? അതുകൊണ്ട് ഉടനടി നമ്മുടെ സൈന്യത്തെ അടിമുടി ആധുനികവൽക്കരിക്കണം. അതിന് എന്തു ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? ആരവിടെ? അടിയൻ. മറ്റൊന്നുമല്ല, കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ഡിലനോയി എന്ന തടവുകാരനെ ഉടൻ മോചിപ്പിച്ച് നമ്മുടെ മുന്നിൽ ഹാജരാക്കാൻ നാം കൽപ്പിക്കുന്നു. ഉത്തരവ്.
അങ്ങയുടെ ബുദ്ധിയിൽ എന്താണാവോ? കണ്ടറിഞ്ഞോളൂ. നീയാണോ ഡിലനോയ്? അതെ, ഞാൻ തന്നെ. കുളച്ചൽ യുദ്ധത്തിൽ പരാജയമടഞ്ഞ താങ്കളെയും കൂട്ടാളികളെയും വേണമെങ്കിൽ എനിക്ക് വധിക്കാമായിരുന്നു. എനിക്ക് താങ്കളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്. ചെറുപ്പക്കാരനായ താങ്കളുടെ ബുദ്ധിയും യുദ്ധതന്ത്രവും എല്ലാം തന്നെയാണ് താങ്കളിലേക്ക് എന്നെ ആകർഷിച്ചത്. നിന്നെ എൻ്റെ പ്രിയപ്പെട്ടവനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുദ്ധത്തിൽ ഞങ്ങൾ പരാജയം സമ്മതിച്ചുവല്ലോ. അങ്ങയുടെ ബുദ്ധി സാമർഥ്യത്തെ വാനോളം പുകഴ്ത്തിയാലും മതിയാവില്ല. പിന്നെ ഞങ്ങളോട് ഈ കാരാഗ്രഹത്തിൽ മാന്യമായി തന്നെ അങ്ങ് പെരുമാറി. ആ ഒറ്റ കാര്യം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധിച്ചു. ഞാനും അങ്ങയെ ഇഷ്ടപ്പെടുന്നു. 2-3 കാര്യങ്ങളാണ് നാം ആവശ്യപ്പെടുന്നത്. ഡച്ച് ശൈലിയിൽ നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുക. വെടിക്കോപ്പുകളുടെയും പീരങ്കിയുടെയും ഉപയോഗം നമ്മുടെ സൈന്യത്തെ പഠിപ്പിക്കുക. സർവോപരി താങ്കളുടെ യുദ്ധനൈപുണ്യവും സംഘടനാ പ്രാവണ്യവും തിരുവിതാംകൂറിനു വേണ്ടി ഉപയോഗിക്കുക. ഉചിതമായ മറുപടിക്കായി നാം കാത്തുനിൽക്കും. മഹാരാജാവേ, എനിക്ക് സന്തോഷമേയുള്ളൂ. ഞാൻ അങ്ങയെയും രാജ്യത്തെയും ആത്മാർത്ഥമായി തന്നെ സേവിക്കാമെന്ന് വാക്കു തരുന്നു. ദൈവനിശ്ചയം നടക്കും. ദൈവത്തിന് സ്തുതി. ആരെവിടെ? ഉടൻ പടത്തൊപ്പിയും പടവാളും കൊണ്ടുവരട്ടെ. ഇന്നു മുതൽ ഡിലനോയിയെ തിരുവിതാംകൂർ മഹാരാജ്യത്തിന്റെ പടത്തലവനായി നാം അവരോധിക്കുന്നു. നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആരാണ് അയാൾ? മഹാരാജാവേ, നീലകണ്ഠപിള്ള എന്ന സമർത്ഥനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അയാൾ എവിടത്തുകാരനാ? നട്ടാലം ദേശത്തെ മരുതൻകുളങ്ങര തറവാട്ടിലെ അനന്തരാവകാശിയാണ് അയാൾ. കറകളഞ്ഞ കാളിഭക്തൻ, സത്യസന്ധൻ, സൗമ്യശീലൻ, വേദങ്ങളിൽ നിപുണൻ, അതിബുദ്ധിമാൻ. തർക്കം, ഗണിതം, സംസ്കൃതം എന്നുവേണ്ട സാമർഥ്യം തെളിയിക്കാത്ത മേഖലകളില്ല. ആയോധന കലകളിൽ അതിവിദഗ്ധൻ. അങ്ങയെ വന്ന് മുഖം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാരാജാവ് നീണാൽ വാഴട്ടെ. നട്ടാലം ദേശത്തെ മരുതൻകുളങ്ങര തറവാട്ടിലെ നീലകണ്ഠപിള്ള അങ്ങയെ മുഖം കാണിക്കുവാൻ കാത്തുനിൽക്കുന്നു. കടന്നു വരാൻ പറയൂ. മഹാരാജാവ് നീളാൽ വാഴട്ടെ. നീലകണ്ഠപിള്ള അല്ലേ? അതെ മഹാരാജാവേ. മരുതൻകുളങ്ങര തറവാടിന്റെ മാണിക്യം. നീലകണ്ഠപിള്ളയുടെ ബുദ്ധിസാമർഥ്യത്തെക്കുറിച്ചും ബഹുമുഖ സിദ്ധികളെക്കുറിച്ചും നാം ഏറെ കേട്ടിരിക്കുന്നു. എല്ലാം മഹാകാളിയുടെ കൃപാകടാക്ഷം. നീലകണ്ഠപിള്ളയുടെ കഴിവുകൾ തെളിയിക്കുവാൻ ഞാൻ ചില അവസരങ്ങൾ ഒരുക്കട്ടെ. എന്താ, സമ്മതമാണോ? എല്ലാം അവിടുത്തെ തിരുവിഷ്ടം. എന്നാൽ കേട്ടോളൂ. പത്മനാഭപുരം നീലകണ്ഠസ്വാമി കോവിലിൽ മുഖ്യ കാര്യവിചാരകനായി നാം നീലകണ്ഠപിള്ളയെ നിയമിക്കുന്നു. പത്മനാഭപുരം കോട്ട പണിക്ക് ആവശ്യമായ സാമഗ്രികൾ ശേഖരിക്കുവാനും പണിക്കാർക്ക് കൂലി കൊടുക്കുവാനും ഞാൻ നീലകണ്ഠപിള്ളയെ നിയമിക്കുന്നു. നമ്മുടെ പട്ടാള ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുവാനും ഉദയഗിരി കോട്ടയിൽ വലിയ കപ്പിത്താൻ ഡിലനോയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും മരുതൻകുളങ്ങര നീലകണ്ഠപിള്ളയെ ഇതിനാൽ ഫരമേൽപ്പിക്കുന്നു. തനിക്ക് കോൾ അടിച്ചല്ലോ. മഹാഭാഗ്യം, അതും ഇത്രയും ചെറുപ്പത്തിൽ. കൺഗ്രാജുലേഷൻ നീലകണ്ഠപിള്ള, കൺഗ്രാജുലേഷൻസ്.
മൈ ഡിയർ ഫ്രണ്ട്സ്. എന്താ സുഹൃത്തെ, സുഖം തന്നെയല്ലേ? സുഖം. ഇതാണോ ക്യാപ്റ്റന്റെ ദൈവം? അതെ, ക്രൂശിതനായ ഈശോ. കയ്യിലും കാലിലും ആണിയടിച്ചു കയറ്റി ഈ മരത്തിൽ തൂക്കിയിട്ട ഈ പാവം ദൈവമോ? ഛേ, അസംബന്ധം പറയാതെ. ഈ ദൈവത്തിന് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത നിസ്സഹായൻ നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഞങ്ങളുടെ ഈശ്വരന്മാരെ നോക്കൂ. കൈനിറയെ ആയുധങ്ങളുമായി ഏതു ശത്രുവിനെയും നശിപ്പിക്കാൻ കഴിയുന്ന ശക്തരാണവർ. എന്റെ കുലദൈവമായ കാളിയമ്മയുടെ രൂപം കണ്ടിട്ടുണ്ടോ? ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ വാളും മറ്റൊരു കൈയിൽ ഗദയും ഇനിയും മറ്റൊരു കൈയിൽ അറുത്തെടുത്ത തലയുമായി അതിശക്തയായ മൂർത്തി. നമുക്കൊന്നും പേടിക്കാനില്ല. നമുക്കെതിരെ വരുന്ന ഏത് ശത്രുവിനെയും നിഗ്രഹിച്ചുകൊള്ളും. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ ക്ഷമയുടെ ദൈവമാണ് എന്റെ യേശു. ഭീരു എന്നല്ലാതെ എന്തു പറയാൻ? ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞ സ്നേഹത്തിന്റെ മനുഷ്യരൂപമാണ് എന്റെ ദൈവം. തികച്ചും പ്രായോഗികമല്ലാത്ത ദൈവശാസ്ത്രം. വിഡ്ഢിത്തം തന്നെ, ശുദ്ധ വിഡ്ഢിത്തം. പടയാളികൾ ചാട്ട കൊണ്ടടിച്ചപ്പോഴും മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോഴും ഭാരമേറിയ കുരിശു തോളിൽ വെച്ചു കൊടുത്തപ്പോഴും കാരിരും പാണികൾ കൈകാലുകളിൽ അടിച്ചു കയറ്റിയപ്പോഴും എന്റെ യേശു ഒരക്ഷരം മിണ്ടിയില്ല. എല്ലാം മൗനമായി സഹിച്ചു. സഹിച്ചു. സഹിക്കുന്ന ദൈവം. അങ്ങനെയും ഒരു ദൈവമോ? ആട്ടെ, ആർക്കു വേണ്ടി സഹിച്ചു? എനിക്ക് വേണ്ടി, നീലകണ്ഠനെന്ന നിനക്കു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി അവിടുന്ന് മുഴുവനും സഹിച്ചു. എന്തിനു വേണ്ടി? നമുക്ക് നിത്യരക്ഷ നൽകുവാൻ, പാപികളായ നമുക്ക് പറുദീസ തുറന്നു തരുവാൻ. ക്യാപ്റ്റൻ ഡിലനോയ്, നമുക്ക് ഈ സംഭാഷണം ഇവിടെ വെച്ച് നിർത്താം. എനിക്കൊന്നും ദഹിക്കുന്നില്ല. വെറുതെ എന്തിന് സമയം പാഴാക്കണം? ശരി, ഞാൻ നിർത്തിയിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് സ്നേഹിത വിശേഷങ്ങൾ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? മഹാകാളി ഭദ്രകാളിയമ്മയുടെ കടാക്ഷത്തിൽ എല്ലാം സുഖം തന്നെ. ഭാർഗവി എന്തു ചെയ്യുന്നു? ആ, ഞാൻ മറന്നു. ഇത് വലിയ കപ്പിത്താനും മാർഗരീത്ത അമ്മയ്ക്കും ഭാർഗവി പ്രത്യേകം തന്നതാ. ഇതാ. എന്താ ഇത്? മാങ്ങയോ? ഇത് മാർഗരീത്ത അമ്മയ്ക്ക് വലിയ ഇഷ്ടമാകും. എനിക്കും ഇഷ്ടത്തിനൊരു കുറവുമില്ല. തന്റെ കുടുംബത്തിലെ ആചാരങ്ങളെല്ലാം ഭക്തിയോടെ നിറവേറ്റി നീലകണ്ഠൻ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുവാനുള്ള പൂജാവിധികളെല്ലാം ഭക്തിയോടെ ചെയ്തു പോന്നു. ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വാർത്തകൾ? പ്രത്യേകിച്ചൊന്നുമില്ല. കൊട്ടാരം പണികളൊക്കെ നന്നായി പോകുന്നു. പക്ഷേ എന്തോ ഒന്ന് നന്നായി പോകുന്നില്ല, ശരിയല്ലേ? അത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം ആ മനസ്സിലെ സംഘർഷം. ശരിയാണ്. കുറച്ചു നാളുകളായി ക്യാപ്റ്റനോടിത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ടെൽ മീ, വാട്ട് ഈസ് ദ മാറ്റർ? തുറന്നു പറയൂ. കുടുംബത്തിലെ വിഷയമാണ്. ഇത്രയും കാലം അനിഷ്ടങ്ങളൊന്നും കൂടാതെ തറവാട്ടിൽ സന്തോഷം നിറഞ്ഞു നിന്നു. പക്ഷേ കുറച്ചു നാളുകളായി ഓരോരോ ദുരിതങ്ങൾ. കുടുംബാംഗങ്ങൾ പലരും രോഗം ബാധിച്ച് കിടപ്പിലായി. കന്നുകാലികൾക്കും മറ്റു മൃഗങ്ങൾക്കും അസുഖങ്ങളും മരണങ്ങളും, കൃഷിയിലും കാര്യമായ നഷ്ടങ്ങൾ തന്നെ. സാമ്പത്തികമായ പരാധീനത താങ്ങുന്നതിനും അപ്പുറമായി. ഇങ്ങനെ പോയാൽ പട്ടിണിയും ദാരിദ്ര്യവും കുടുംബത്തിലേക്ക് പടിയേറി വരാൻ താമസമുണ്ടാകില്ല. നിങ്ങൾ തികഞ്ഞ ഈശ്വരവിശ്വാസിയല്ലേ? അതെ, ദേവീ കോപമെന്നാണ് ജോത്സ്യൻ പ്രശ്നം വെച്ച് പറഞ്ഞത്. ദേവീപ്രീതിക്കായി അജബലി, കുക്കുടബലി, പൊങ്കാല, വെട്ടിമുറിപ്പ് ബലി മുതലായ ഒത്തിരി കർമ്മങ്ങൾ നടത്തി. കയ്യിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ
യാതൊരു മാറ്റവുമില്ല. അന്ധവിശ്വാസമാണെന്ന് അറിഞ്ഞിട്ട് പോലും എല്ലാത്തിനും കൂടെ നിന്ന് നഷ്ടത്തിന്റെ നടുവിലാണ് ഇപ്പോൾ ഞാൻ. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ഈ യുദ്ധം വെറുതെയാണ്. നശ്വരമായ ലൗകിക സുഖങ്ങൾക്കായി എന്തിനിങ്ങനെ വ്യാകുലപ്പെടുന്നു? ലോകം മുഴുവൻ സമ്പാദിച്ചിട്ട് നിങ്ങളുടെ ആത്മാവ് നശിക്കുന്നുവെങ്കിൽ ആ സമ്പാദ്യം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? സുഖവും ദുഃഖവും വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഒരു ഭിക്ഷക്കാരന് 4 കാശ് കിട്ടിയാൽ സന്തോഷമായിരിക്കും. പക്ഷേ അതൊരു മഹാരാജാവിന് ലഭിച്ചാൽ അതവന് ഒന്നുമല്ല. ഒരു രാജ്യം കീഴടക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകൂ. മറ്റൊന്ന്, സുഖത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ ദുഃഖമാവുകയാണ് പതിവ്. ഒരു സന്യാസി ധനമെന്ന് കേൾക്കുമ്പോഴും ഒരു ഗൃഹനാഥൻ ദാരിദ്ര്യം എന്ന് കേൾക്കുമ്പോഴും ഭയപ്പെടുന്നു. യഥാർത്ഥമായ സുഖം ആത്മാവാണ് അനുഭവിക്കേണ്ടത്. അങ്ങ് പറഞ്ഞു വരുന്നത് നാം പ്രയത്നിക്കേണ്ടത് ആത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി മാത്രമാണെന്നോ? സമ്പത്തിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നത് വ്യർത്ഥമെന്നാണോ? അതെ, സത്തും ചിത്തും ആനന്ദവും ചേർന്ന സച്ചിദാനന്ദ സ്വരൂപമാണ് ദൈവം. ആ ദൈവപ്രീതിക്കായി നാം പ്രയത്നിക്കുമ്പോൾ നമ്മൾ നന്മയുള്ളവരായി വിശുദ്ധിയുള്ളവരായി തീരും. ആരെയും സ്നേഹിക്കുവാനും ആരാലും സ്നേഹിക്കപ്പെടുവാനും നമുക്ക് സാധിക്കും. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യൻ. കുടുംബ ബന്ധങ്ങളും ബന്ധനങ്ങളും ബാധ്യതകളും പേറുന്ന ഒരു സാധാരണ മനുഷ്യൻ. താങ്കൾ പറയുന്നത് പോലെ ബന്ധങ്ങളില്ലാതെ ആത്മശുദ്ധിക്കായി പ്രവർത്തിക്കുവാൻ എനിക്കാകുമോ? ആകും. തീർച്ചയായും ശ്രമിച്ചാൽ നിങ്ങൾക്കതാവാൻ കഴിയും. ഞങ്ങളുടെ ബൈബിളിൽ ഒരു കഥയുണ്ട്. ജോബിന്റെ കഥ. ഗോത്രപിതാക്കന്മാരുടെ കാലത്ത് ഇസഹാക്കിന്റെ പുത്രനായ ഏസാവിന്റെ വംശത്തിൽ ജോബ് എന്നു പേരായ ഒരു പരമഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ടായിരുന്നു. ധാരാളം സമ്പത്ത്, 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 5000 കഴുതകൾ, പിന്നെ അനവധി ദാസന്മാർ. എന്നാൽ ധനത്തെക്കാൾ ഈശ്വരഭക്തി ജോബിനെ കീർത്തിമാനാക്കി. അതിൽ അസൂയ പൂണ്ട പിശാച് ജോബിൻ്റേത് കപടഭക്തിയാണെന്നും അവനൊരാപത്ത് വന്നാൽ താങ്കളെ തള്ളിക്കളയുമെന്നും ദൈവത്തോട് പറയുന്നു. ഒടുവിൽ ജോബിനെ പരീക്ഷിക്കുവാൻ ദൈവം പിശാചിന് അനുവാദം കൊടുത്തു. പിശാച് പരീക്ഷണം ആരംഭിച്ചു. ഒരു ദിവസം ജോബ് തൻ്റെ കുടുംബത്തോടൊപ്പം സഹോദര ഭവനത്തിൽ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ഓടി വന്ന് പറഞ്ഞു, ഷേബാക്കാർ അങ്ങയുടെ കാളകളെയും കഴുതകളെയും പിടിച്ചുകൊണ്ടുപോയി, വേലക്കാരെ വെട്ടിക്കൊന്നു. ആ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് മറ്റൊരു ദൂതൻ വന്ന് പറഞ്ഞു, ആകാശത്തു നിന്ന് അഗ്നി വീണ് അങ്ങയുടെ ആടുകളെയും ആട്ടിടയന്മാരെയും ദഹിപ്പിച്ചിരിക്കുന്നുവെന്ന്. തീർന്നില്ല, അപ്പോഴേക്കും എത്തി അടുത്ത ദുരന്ത വാർത്തകൾ. കൽദായക്കാർ ജോബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, വേലക്കാരെ വെട്ടിക്കൊന്നുവെന്ന്. അപ്പോഴേക്കും 4മത്തവൻ എത്തി പറഞ്ഞു, ജോബിന്റെ മക്കൾ വിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കെട്ടിടം കൊടും കാറ്റുകൊണ്ട് നിലം പതിച്ച് അതിലുണ്ടായിരുന്നവരെല്ലാം മരിച്ചുപോയെന്ന്. ഇത്രയും ദുരന്തങ്ങൾ എങ്ങനെ നേരിടും ആ ദൈവഭക്തൻ? അദ്ദേഹം തന്റെ വസ്ത്രം കീറിക്കൊണ്ട് നിലത്ത് വീണ് ദൈവത്തെ ആരാധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നനായി വന്നു, എൻ്റെ അന്ത്യത്തിലും ഞാൻ നഗ്നനായിരിക്കും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഉറച്ച വിശ്വാസത്തിന് മുന്നിൽ പിശാച് തോറ്റു. ദൈവം ജോബിനെ ധാരാളമായി പ്രസാദിച്ചു. തീർന്നില്ല, പിശാച് വീണ്ടും അവനെ ശാരീരികമായി പീഡനമേൽപ്പിച്ചു. അവനെ രോഗിയാക്കി. രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിലും ജോബ് ദൈവത്തെ സ്തുതിച്ചു. ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനെ കൂടുതൽ പ്രസാദിച്ചു. ഇവിടെ സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. ദൈവതത്വം എന്താണെന്നും മനുഷ്യജന്മത്തിന്റെ കർമ്മം എന്താണെന്നും മനുഷ്യൻ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്താണെന്നും നാം അറിയണം. ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലെന്തോ ഒരു വല്ലാത്ത ആശ്വാസം. സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് എത്ര ശരിയാണ്. എന്തിനാണ് മനുഷ്യൻ ധനത്തിന്റെ പിറകെ പായുന്നത്? മരിക്കുമ്പോൾ നാം ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ആ മരണം പോലും ദൈവത്തിന്റെ നിശ്ചയത്തിലാണ്. ഞാൻ ആ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു.
ആ വിശ്വാസമാണ് തടവുകാരനായി പിടിക്കപ്പെട്ട എന്നെ നിങ്ങളുടെ നാട്ടിലെ സർവ്വ സൈന്യാധിപനാക്കിയത്. ആ ദൈവത്തെ ഞാനെന്നും സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങെന്താണ് കുറെ നേരമായി വല്ലാത്ത ചിന്തയിലാണല്ലോ? അതെ, ഞാൻ വല്ലാത്ത ചിന്തയിലായിരുന്നു. ആ, നമ്മുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണെങ്കിൽ അങ്ങ് സമാധാനപ്പെടൂ. ഭദ്രകാളി പൂജയും ബലികളും നടത്തിയില്ലേ? ദേവി പ്രസാദിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല, ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. സത്യദൈവം ഒരു മൃഗബലിയും ആവശ്യപ്പെടുന്നില്ല. ഹൃദയശുദ്ധതയോടുള്ള പ്രാർത്ഥന മാത്രമാണ് സത്യദൈവത്തിനിഷ്ടം. അതുവഴി ആരാധകന്റെ മേൽ അവൻ പ്രസാദിക്കുന്നു. അവൻ ആത്മശാന്തിയും ജീവിതത്തിൽ സമാധാനവും പ്രദാനം ചെയ്യുന്നു. ആ നന്മയും സ്നേഹവും സമൂഹത്തിന് സന്തോഷവും ഐശ്വര്യവും സമ്മാനിക്കുന്നു. ആ സത്യദൈവത്തെ ഇനി മുതൽ ഞാനും ആരാധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യദൈവമോ? അതെ, ക്രിസ്തുദേവനെ തന്നെ. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ, മനുഷ്യ നന്മയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മാത്രം ബോധനങ്ങൾ നൽകിയ ആ ദൈവപുത്രനെ ഞാൻ മനസ്സാൽ സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഹിന്ദു മതാചാരത്തിന്റെ വലിയൊരു വേലിക്കെട്ടിലാണ് നാം വളർന്നതും ഇതുവരെ ജീവിച്ചതും ജീവിക്കുന്നതും. പെട്ടെന്നൊരു മതം മാറ്റം അതാർക്കും അംഗീകരിക്കാനാവില്ല. ആരും അതിന് സമ്മതിക്കില്ല. എനിക്കാരുടെയും സമ്മതം ആവശ്യമില്ല. എന്റെ തീരുമാനം ഉറച്ചതാണ്. എന്റെ സഹധർമ്മിണിയായ നിനക്ക് പോലും സത്യദൈവത്തിന്റെ പാതയിൽ നിന്നും എന്നെ വേർതിരിപ്പിക്കാനാകില്ല. വേണമെങ്കിൽ യേശുദേവന്റെ മഹത്വം മനസ്സിലാക്കി ഇനിയുള്ള ജീവിതവീതിയിൽ നിനക്കെന്റെ സഹചാരിയാകാം. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിനക്കെന്നെ ഉപേക്ഷിക്കാം. എന്തു തന്നെയായാലും അങ്ങി പിരിഞ്ഞൊരു ജീവിതം ഈ ഭാർഗവിക്കില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ക്യാപ്റ്റൻ. സത്യദൈവത്തിന്റെ പാതയെ സ്വീകരിക്കുവാൻ ഞാൻ മനസ്സാൽ ഉറപ്പിച്ചു. എന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ച ഇരുളടഞ്ഞ ജീവിത വഴികളിൽ വിജ്ഞാനത്തിന്റെ മാർഗദീപം തെളിയിച്ച ക്രിസ്തുദേവന്റെ വചനങ്ങൾ പാലിക്കുവാനും ആ സ്നേഹഗായകന്റെ പിൻഗാമിയാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ എന്താണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അതത്ര എളുപ്പമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഹൈന്ദവ ആചാരത്തിന്റെ ചട്ടക്കൂട് പൊളിച്ച് പുറത്തു വരിക നിസ്സാര കാര്യമല്ല. വിഗ്രഹാരാധനയും അന്ധവിശ്വാസവും മുറുകെ പിടിച്ചിരിക്കുന്ന ഹിന്ദുമത വ്യാപാരികൾ നിങ്ങൾക്കെതിരെ തിരിയും. മാത്രമല്ല, സവർണരുടെ മതപരിവർത്തനം തിരുവിതാംകൂറിലെ നിയമത്തിനും വിരുദ്ധമാണ്. ഒരു കൊട്ടാര ഉദ്യോഗസ്ഥനായ താങ്കൾ രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെടും. മാത്രമല്ല, സവർണരുടെ മതപരിവർത്തനം തിരുവിതാംകൂറിലെ നിയമത്തിന് വിരുദ്ധമാണ്. ഒരു കൊട്ടാര ഉദ്യോഗസ്ഥനായ താങ്കൾ ഒരു രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെടും. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആകുലപ്പെടുന്നില്ല ക്യാപ്റ്റൻ. സത്യദൈവത്തിന്റെ പാതയിലുള്ള പീഡനങ്ങളെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം. ഓക്കെ, എനിക്ക് ബോധ്യമായി. നിങ്ങളുടെ മനസ്സ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് ബോധ്യമാവില്ല. എന്നാൽ വിളിക്കപ്പെട്ടവർ അനേകവും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കവുമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് താങ്കളെന്ന് ഞാൻ കരുതുന്നു. ആദ്യം നിങ്ങൾ ജ്ഞാനസ്നാനപ്പെടണം. അതിനായി വടക്കുംകുളം ഇടവക ഭരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഫുട്ടാരിക്ക് ഞാനൊരു കത്തു തരാം.
സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കുന്നു. കത്തോലിക്ക സഭയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ലാസറസ് എന്ന ദേവസഹായം പിള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ത്രേസ്യ എന്ന ജ്ഞാനപ്പൂ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഭർത്താവിന്റെ സത്യവിശ്വാസം ഭാർഗവിക്കും ബോധ്യമായി. പക്ഷേ സ്വന്തം വീട്ടുകാർക്കെന്ന പോലെ ഭാർഗവിയുടെ വീട്ടുകാർക്കും അത് ഉൾക്കൊള്ളാനായില്ല. അവരുടെ അമ്മ കലിതുള്ളി ഭാർഗവിയുടെ അടുത്തെത്തി. ഭാർഗവി, എന്താണ് കേൾക്കുന്നത്? അമ്മ എന്തു കേട്ടു എന്നാ? നിന്റെ ഭർത്താവ് മതം മാറി ക്രിസ്ത്യാനിയായോ? ആയി. അതിനെന്താ? അതിനെന്താണെന്നോ? കണ്ട പരദേശികളുടെ പിന്നാലെ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് നടക്കാൻ അവന് നാണമില്ലേ? അവർ നിന്റെ ഭർത്താവിനെ എന്തോ കൈവിഷം കൊടുത്ത് മനസ്സ് മാറ്റിയതാ. ആരും ഒരു വിഷവും കൊടുത്ത് മയക്കിയതല്ല. അദ്ദേഹത്തിന്റെ മനസ്സ്. ആ മനം മാറ്റത്തിനും മതം മാറ്റത്തിനും ഒത്തിരി ദിവസങ്ങളുടെ ഒത്തിരി ചിന്തകളുടെ പിൻബലമുണ്ട്. നീയും അവനോടൊപ്പം സംസാരിച്ചാലുണ്ടല്ലോ, ഇതിന്റെയൊക്കെ വരും വരായികളെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ബ്രാഹ്മണ കോപം, അതിനേക്കാൾ ഉപരി രാജകോപം. കൊട്ടാര ഉദ്യോഗസ്ഥനായാലും വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് മതം മാറ്റം. അറിയാലോ നിനക്ക്? അവൾക്ക് മാത്രമല്ല, എനിക്കും നല്ല ബോധ്യമുണ്ട് ഈ മതം മാറ്റത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്. എന്നിട്ടും നിങ്ങൾ? അതെ മക്കളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മ പറയുന്നത്. ഈ പൊല്ലാപ്പൊക്കെ ഒഴിവാക്കി ഒരു ഭദ്രകാളി പൂജ കഴിച്ച് ഒരു അജബലിയും നടത്തി ഭഗവതിയോട് പ്രാർത്ഥിച്ചാൽ ഭഗവതി ഈ അപരാധം പൊറുക്കും. ഈ കുടുംബത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിഷ്ടങ്ങളൊക്കെ മാറും. ഈ കുടുംബത്തിന് അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ ഗാർഹിക പ്രശ്നങ്ങളോ ലൗകിക സുഖങ്ങളോ എന്റെ വിഷയങ്ങളല്ല. സത്യമാർഗത്തിലൂടെ വിശുദ്ധിയിലേക്കുള്ള ജീവിതയാത്രയിലാണ് ഞങ്ങളിപ്പോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ? എന്റെ ഭാര്യ എന്നെ പിന്തുടർന്ന് ഫാദർ ഹുട്ടാരിയുടെ കാർമ്മികത്വത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജ്ഞാനപ്പൂ എന്നർത്ഥമുള്ള ത്രേസിയായി. എന്റെ ദൈവങ്ങളെ, ഞാൻ എന്താണ് കേൾക്കുന്നത്? സത്യമാണമ്മേ, ഇപ്പോൾ ഞാൻ ത്രേസ്യയാണ്. ക്രിസ്തുവിന്റെ എളിയ ദാസി ത്രേസ്യ. ആ സ്നേഹസ്വരൂപന്റെ സത്യവചനങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഇനി ഞാനും ഇദ്ദേഹത്തോടു കൂടെ ഉണ്ടാകും. അനുഭവിക്കും, നിങ്ങൾ അനുഭവിക്കും. ഭദ്രകാളി കോപിക്കും. നിങ്ങൾ നരകയാതന അനുഭവിക്കേണ്ടി വരും. സത്യദൈവത്തിന്റെ പേരിൽ മരിക്കുവാനും ഞങ്ങൾ തയ്യാർ. നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ? ഞാനെല്ലാം കേട്ടു. എന്തു കേട്ടെന്നാ? ഇവർ രണ്ടുപേരും ചേർന്ന് ഈ തറവാട് മുടിക്കും. ഇല്ല, ഞാൻ ഈ കുടുംബത്തിന്റെ കാരണവരായിരിക്കുന്നിടത്തോളം തറവാട് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തിരുമേനിയെ കാണാൻ കാര്യസ്ഥൻ പോയിട്ടുണ്ട്. അതെ, പരിഹാരക്രിയകൾ നമുക്ക് ഉടനെ നടത്തണം. എന്നാലേ ദൈവകോപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാകൂ. തിരുമേനി എന്തു പറഞ്ഞു? തറവാടിന്റെ ദോഷം മാറാൻ പൂജാവിധികൾ നിർദ്ദേശിച്ചു. ഇന്ന് തന്നെ പൂജ തുടങ്ങാമെന്നാ പറഞ്ഞത്. പൂജാകർമ്മത്തിലുള്ള സാധനങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. തിരുമേനി വൈകുന്നേരം ഇങ്ങെത്തും. ഒന്നിനും ഒരു കുറവ് വരരുത്. ആ പടിഞ്ഞാറുള്ള 25 പറ നിലം വിറ്റ പണം കയ്യിലുണ്ടല്ലോ. അതും തികയാതെ വന്നാൽ? തികയില്ലെങ്കിൽ തറവാടിനോട് ചേർന്ന 3 ഏക്കർ തെങ്ങ് പുരയിടം പണയം വെക്കാം. പെട്ടെന്നാകട്ടെ, നമ്മുടെ ബാല്യക്കാരെ കൂടെ കൂട്ടിക്കോളൂ. ഞാനും വരാം. അമ്മാവാ, തറവാട്ടിലെ ഈ പണമെല്ലാം ഇങ്ങനെ പാഴാക്കി കളയണമോ? നീലാണ്ട, നീ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. ആ നീചമതം നീ ഉപേക്ഷിക്കുക. എന്നാൽ കാളിയുടെ കോപം ശമിക്കും. ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കാം. പക്ഷേ നീ എനിക്ക് വാക്കു തരണം. ആ മ്ലേച്ഛ മതം ഉപേക്ഷിച്ച് കാളിയുടെ മകനായി വീണ്ടും മാറുമെന്ന്. എന്താ, നിന്നെ കണ്ടത് പറ്റുമോ? അമ്മാവാ, ഞാൻ മ്ലേച്ഛനും നീചനുമാണെന്നല്ലേ അമ്മാവൻ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം അമ്മാവൻ മനസ്സിലാക്കിക്കോളൂ. എന്റെ ജീവൻ പോയാലും ഞാൻ ക്രിസ്തുമതം ഉപേക്ഷിക്കില്ല. കാരണം ഞാൻ സത്യം കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ സത്യം? നിനക്ക് സമ്മതമെങ്കിൽ പൂജയ്ക്ക് പങ്കെടുക്കാം.
ഇല്ലെങ്കിൽ നിനക്ക് പോകാം. കരുണാമനായ കർത്താവേ, ഇവർക്ക് സദ്ബുദ്ധി കൊടുക്കണമേ. கொண்டவானின் உயிர் காக்க தன்னுயிரை விட்டவளே, ஆவியாக கோட்டை முன்னே எதிரிகளை கொன்றவளே, தன்மானம் அதை கொண்டு பெண்மானம் காத்தவளே, குலப்பெண்ணாய் பிறந்து எங்கள் குலதெய்வமானவளே. கண்ணழகி, கலையான பெண்ணழகி, கனல் வீசும் காட்டழகி, இமையாலும் செண்பகமே, அரைவட்ட பொட்டழகி, அலங்கார பட்டழகி, அணையாத பேரழகி, உலகாலும் செண்பகமே, கணவன் அவன் உயிரை காக்க அடடா உன் உயிரை தந்தாய், துணிவாய் நீ துணிவாய் நின்றாய போராடி, நீ இருந்தாலும் மண்ணோடு பெண்ணோடு நெஞ்சோடு அன்போடு டம்படம்பா டடம்படம்பா டம்படம்பா டம்படம்பா டடம்படம்பா டம்படம்பா. கருப்பான கண்ணழகி, கலையான பெண்ணழகி, கடல் வீசும் காட்டழகி, இமையாலும் செண்பகமே. தந்தாய் நீ அம்மா, அதனாலே நீயும் மானை மாறியம்மா, வல்லார கண்டானை இருத்தாய் தீயாக, அங்கத்தில் உருவான அங்காரம்மா, கோவாலி பகவதியே ஜகதம்ப பத்ரகாளி நீதானம்மா, டம்படம்பா டடம்படம்பா டம்படம்பா டம்படம்பா டடம்படம்பா டம்படம்பா. தாய் நீ அம்மா, பெண்ணுக்கு பேரும் பேரு பாரம்மா, எம்மோடு எப்போதும் நீ வாழும் தாயாக, உள்ளக்குள் இருக்கின்றோம் காப்பாற்றம்மா, அம்மம்மா உங்கம்மா, உடனென்ன முடிவென்ன நீ சொல்லம்மா, டம்படம்பா டடம்படம்பா டம்படம்பா, ஹே டம்படம்பா டடம்படம்பா டம்படம்பா. கருப்பான கண்ணழகி, கலையான பெண்ணழகி, கடல் வீசும் காட்டழகி, இமையாலும் செண்பகமே, அரைவட்ட பொட்டழகி, அலங்கார பட்டழகி, அணையாத பேரழகி, உலகாலும் செண்பகமே, டம்படம்பா டடம்படம்பா டம்படம்பா, ஹே டம்படம்பா டடம்படம்பா டம்படம்பா, டம்படம்பா டடம்படம்பா டம்படம்பா, ஹே டம்படம்பா டடம்படம்பா டம்படம்பா.
നീലകണ്ഠൻ കാളിയമ്മയെ അവഹേളിക്കുക മാത്രമല്ല നമ്മുടെ മതത്തെ പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. മരുതൻകുളങ്ങര തറവാട്ടിലെ നീലകണ്ഠപിള്ളയെ എനിക്ക് നന്നായിട്ട് അറിയാം. കഴിവുള്ള ഉശിരൻ ചുണക്കുട്ടി, വേദമന്ത്രാദികളിൽ നിപുണൻ, നല്ല തികഞ്ഞ ഹൈന്ദവ വിശ്വാസി, തീഷ്ണതയുള്ള കാളി ഭക്തൻ. അതൊക്കെയായിരുന്നു ആ നീലകണ്ഠൻ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പോൾ എന്തു സംഭവിച്ചു? ഒന്ന് തെളിച്ചു പറയൂ. ആ മ്ലേച്ഛമതമുണ്ടല്ലോ, ക്രിസ്തുമതം. നീലകണ്ഠൻ ഇപ്പോൾ ആ മതത്തിലാ. എന്താ? അതെ അങ്ങുന്നേ, നമ്മുടെ മതം വിട്ട് ആ നീചമതത്തിൽ ചേർന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ആൾക്കാരെ ആ മ്ലേച്ഛപദത്തിൽ ചേർത്തുകൊണ്ടിരിക്കുന്നു അവൻ. ഇത്രയും ധിക്കാരമോ? ഈ നില തുടർന്നാൽ നമ്മുടെ ആൾക്കാരെ മുഴുവൻ ആ നീചമതത്തിലേക്ക് അവൻ ചേർക്കും. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ഇടിച്ചു നിരത്തി അവിടെ ക്രിസ്ത്യാനികളുടെ പള്ളി പണിയുമെന്ന ആ നീചൻ പറയുന്നത്. ഇല്ല, നീലകണ്ഠനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവനെ ഞാൻ നമ്മുടെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. രാമയ്യനാണ് പറയുന്നത്. ബഹുമാന്യനായ മന്ത്രിപുങ്കവന് വന്ദനം. ഞാൻ ദേവസഹായം പിള്ള. ഞാൻ കേൾവിപ്പെട്ടിരിക്കുന്നു. വന്ന കാര്യം சொல்லுക. ബഹുമാനപ്പെട്ട ഫാദർ ഫുട്ടാരി വടക്കുംകുളത്ത് ഒരു പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടുന്ന അനുവാദം മാത്രം അവിടുന്ന് തന്നാൽ കരുണാമയനായ ദൈവം അവിടുന്ന് കൃപയുള്ളവനായിരിക്കും. നിന്റെ പുതിയ ദൈവത്തിന്റെ കൃപ എനിക്ക് വേണ്ട. ശബ്ദിച്ചു പോകരുത് നീലകണ്ഠ. നീ ബ്രാഹ്മണന്മാരെയും ദേവന്മാരെയും നിന്ദിച്ചുവല്ലേ? ദ്രോഹി. പൊന്നു തമ്പ്രാന്റെ അന്നം തിന്ന് ആ കൈക്ക് തന്നെ കടിച്ചു. ദേവസ്വരരായ ബ്രാഹ്മണന്മാരോട് നീ അനാദരവ് കാണിച്ചു. നിന്നെ അധപ്പതിപ്പിച്ചതാരാണെന്ന് നമുക്കറിയാം. അവർക്ക് വേണ്ടി ശുപാർശയുമായി എൻ്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? നമ്മുടെ ദേവന്മാരെ ആക്ഷേപിച്ച നിന്റെ നാവടക്കി നിർത്തി നിന്നെയൊക്കെ ഞാൻ കഴുമരത്തിൽ കയറ്റുന്നുണ്ട്. പിന്നെ എന്തിനു മടിക്കുന്നു? സത്യദൈവത്തെ പിന്തുടരുന്നവരെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ ഇതാ ആദ്യം എന്നെ തന്നെ കൊന്നോളൂ. സത്യദൈവത്തിനു വേണ്ടി അതിനും തയ്യാർ. കടന്നുപോ ദ്രോഹി. നിനക്കുള്ളത് ഞാൻ വാച്ചിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എഴുന്നള്ളുന്നു. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീലകണ്ഠൻ അവിടത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാ. ആ നന്ദി പോലും കാണിക്കാതെ അവനിപ്പോ ക്രിസ്ത്യാനികളോടൊപ്പം ചേർന്ന് വേദപുരാണങ്ങളിലും പൂജാവിദ്യകളിലും ജനങ്ങളെ കൊണ്ട് വിശ്വാസം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും അധിക്ഷേപിക്കുന്നു. ഇങ്ങനെ പോയാൽ ശ്രീ പത്മനാഭ ക്ഷേത്രം ക്രിസ്ത്യാനികൾ കൈയടക്കി അവരുടെ ആരാധനാലയമാക്കി മാറ്റും. ക്രൈസ്തവർ നാട് മുഴുവൻ വ്യാപിച്ച് രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാക്കും. അതിനു മുമ്പ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ദേവസഹായം പിള്ളയെ നിലയ്ക്ക് നിർത്തുക. വേണ്ടി വന്നാൽ ഇല്ലാതാക്കുക. നമ്മുടെ വിശ്വസ്തനായ നീലകണ്ഠ പിള്ളയെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അതെ തിരുമനസേ, ദേവസഹായം പിള്ളയെ ഇല്ലാതാക്കണം. അതോടെ ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകും. അഹങ്കാരിയായ ദൈവനിഷേധിയാണ് അയാൾ. ഹൈന്ദവനെ ആക്ഷേപിച്ച് ക്രിസ്തുവചനം പാടിപ്പുഴത്തുന്ന അവന്റെ നാവ് ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ തിരുവിതാംകൂറിന് ആപത്ത്. കുലദ്രോഹിയായ നീലകണ്ഠ പിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കയ്യാമം വച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. ഇത് രാജകൽപ്പന. സത്യദൈവ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാൻ ഒത്തിരി പ്രേരണകളും പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പിള്ള ഒന്നിനും വഴങ്ങിയില്ല. അങ്ങനെ കൈയും കാലും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കാരാഗൃഹത്തിലടയ്ക്കപ്പെട്ടു. എന്തിനാണ് താങ്കൾ ഇങ്ങനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത്? താങ്കൾ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നില്ലേ? അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് തെറ്റ് ഏറ്റുപറഞ്ഞ് ഹിന്ദുമതത്തിൽ തിരിച്ചു വന്നാൽ എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമായിരിക്കും, സമ്പത്ത് കിട്ടുമായിരിക്കും. പക്ഷേ
എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല. സകലത്തിൻ്റെയും സൃഷ്ടികർത്താവിനെ തൊട്ടറിഞ്ഞ് എനിക്ക് അവിടുത്തെ മാത്രമേ ആരാധിക്കാൻ കഴിയൂ, സ്നേഹിക്കാനാവൂ. നാഥൻ്റെ പാതയെ പിന്തുടരാൻ ഏത് പീഡനങ്ങൾ സഹിക്കുവാനും മരിക്കാനും വരെ ഞാൻ സന്നദ്ധനാണ്. എങ്കിൽ നിന്റെ മരണത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു നിലകണ്ട. അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നതിന് കാരണം നീ തന്നെയാണ്. എത്രയോ ആളുകൾ എത്രയോ തവണ നിന്നെ ഉപദേശിച്ചു. പക്ഷേ നിന്റെ പുതിയ വിശ്വാസം, അതിൽ നീ അള്ളിപ്പിടിക്കുന്നു. ഒരു പുനർചിന്തയ്ക്ക് നീ തയ്യാറാവുന്നില്ല. ഈ കാരാഗ്രഹം പോലും നീ ക്രിസ്തുവിന്റെ ആരാധനാലയമാക്കി മാറ്റി. അതിനാൽ നാം ഇങ്ങനെ തീരുമാനിച്ചു കൽപ്പിക്കുന്നു: ക്രിസ്തുമതം സ്വീകരിച്ചവർക്കും സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്കും ഒരു പാഠമാകാൻ നീലകണ്ഠനെ എരിക്കിൻ പൂമാലയിട്ട് തിരുമിനീളെ നടത്തി അപമാനിച്ച് കാട്ടിൽ കൊണ്ടുചെന്ന് ശിരസ് ഛേദിച്ചു കളയുക. ഇത് രാജകൽപ്പന. കർത്താവും ദൈവവുമായ എൻ്റെ ഈശോയെ, ഞാനൊരു ഹൈന്ദവനായിരുന്നിട്ട് കൂടി അവിടുന്ന് എന്നെ അങ്ങയുടെ പ്രിയപുത്രനായി സ്വീകരിച്ചു. ഇപ്പോൾ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വേദനകളും പീഡനങ്ങളും അവിടുത്തെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ തുച്ഛം. എല്ലാം സഹിക്കുവാനുള്ള ശക്തിയും അങ്ങയുടെ നാമത്തിലൊരു രക്തസാക്ഷിയായി മരിക്കുവാൻ വേണ്ടുന്ന അനുഗ്രഹവും നൽകുവാൻ കൃപയാകണമേ. പക്ഷേ വധശിക്ഷ നടപ്പാക്കുന്നതിനു മുമ്പ് രാജാവിൻ്റെ മറ്റൊരു കൽപ്പനയെത്തി. നീലകണ്ഠനെ ഇപ്പോൾ ശിരച്ഛേദം ചെയ്ത് കൊല്ലണ്ട, വീണ്ടും തടവിൽ പാർപ്പിക്കുക. ശേഷം എരുമപ്പുറത്ത് കയറ്റി അപമാനിതനാക്കി എല്ലാ ഗ്രാമങ്ങളിലും അങ്ങാടി തെരുവുകളിലും കൊണ്ടുപോവുക. ക്രിസ്തുമതം ഉപേക്ഷിക്കുവാൻ ബ്രാഹ്മണരെ കൊണ്ട് ഉപദേശിക്കുക. നീലകണ്ഠ, എന്തിനീ പിടിവാശി? അങ്ങയുടെ ആജ്ഞകൾ എന്നും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ മഹാരാജാവേ, എൻ്റെ സൃഷ്ടാവിൻ്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുവാൻ എനിക്കാകുമോ? നീലകണ്ഠ, നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ ഞാൻ തിരിച്ചു നൽകും. ഈ ഭൂമിയിലെ ജീവൻ ക്ഷണികമാണ്, നിത്യജീവൻ മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. നീലകണ്ഠ, ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ അധികാരങ്ങളും ഞാൻ തിരിച്ചു തരും. മാത്രമല്ല, വടക്കൻ പ്രവേശികളുടെ ഭരണം നിന്നെ ഞാൻ ഏൽപ്പിക്കും. രാജസന്നിധിയിൽ നീ ഉയർത്തപ്പെടും. കണക്കില്ലാത്ത അവകാശങ്ങൾ നിനക്ക് ലഭിക്കും. മഹാരാജാവേ, എൻ്റെ ദൈവത്തെ ഞാൻ അനുസരിച്ചാൽ അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഉയർത്തപ്പെടും. അതിർത്തികളില്ലാത്ത ദൈവരാജ്യത്തിൽ എനിക്ക് അവകാശം ലഭിക്കും. നീയും നിന്റെ ദൈവവും. നീലകണ്ഠ, നീ വെറുതെ ഓരോ സ്വപ്നം കാണരുത്. ആ ക്യാപ്റ്റനും പാതിരിമാരും നിന്റെ മനസ്സ് മാറ്റിയതാ. അവസാനമായി നിനക്കൊരവസരം കൂടി ഞാൻ തരുന്നു. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ആ നീചമതം ഉപേക്ഷിച്ച് പുറത്തു വരൂ. വല്ലവരുടെയും ദൈവത്തിന്റെ പുറകെ പോകാതെ നമ്മുടെ ദൈവങ്ങളെയും ആരാധിച്ച് സ്വന്തം ജീവൻ രക്ഷിക്ക്. ഇല്ല മഹാരാജാവേ, എന്റെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ലഭിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട. ധിക്കാരി, നിന്നെ രക്ഷിക്കാൻ എത്രമാത്രം അവസരം ഞാൻ നൽകി. നീ മരിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണെങ്കിൽ അങ്ങനെ തന്നെയാകട്ടെ. ഇനി ദളവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ആരെവിടെ? ദളവ പറയുന്നത് പോലെ ചെയ്യൂ. നീലകണ്ഠപിള്ളയെ ദിവസവും 30-ൽ കുറയാതെ അടികൾ നൽകി അടിപ്പാടുകളിൽ മുള കരച്ചു തേച്ച് ചുട്ട വെയിലത്ത് നിർത്താൻ തിരുമനസ് കൽപ്പിക്കുന്നു. അതിനുശേഷം ഇരുക്കിൻ പൂമാലയണിച്ച് പോത്തിൻ പുറത്തിരുത്തി ദിനം തോറും 4 കവലകളിലൂടെ നഗരി കാണിക്കുകയും ചെയ്യട്ടെ. ഇന്നു മുതൽ 16 ദിവസങ്ങൾ ഇത് തുടരട്ടെ. എന്നിട്ടും ഈ രാജ്യദ്രോഹി മറിക്കുന്നില്ലെങ്കിൽ തുടർ നടപടികൾക്കായി നമ്മുടെ രാജ്യത്തെ 24 കാര്യക്കാരെ ചുമതലപ്പെടുത്തുന്നു.
16 ദിവസങ്ങളോളം ഇതുപോലെ ദേവസഹായം പിള്ളയെ പീഡിപ്പിച്ചു. ഒരു തരത്തിലും മനസ്സു മാറ്റാത്തതു കണ്ട് രാജ്യഭരണത്തിൽ പങ്കാളികളായ കാര്യക്കാരുടെ അരികിലേക്ക് പിള്ളയെ അയക്കുവാൻ തീരുമാനമായി. അഗസ്തീശ്വരം, തോവാള, വിളവങ്കോട്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ചിറയിൻകീഴ്, തിരുവനന്തപുരം എന്നീ കാര്യക്കാരുടെ അരികിലേക്ക് ദേവസഹായം പിള്ളയെ കൊണ്ടുപോയി. പീഡനങ്ങൾക്ക് ശക്തി കൂട്ടി. പക്ഷേ ഒന്നിനും ദേവസഹായം പിള്ളയുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞില്ല. എത്ര സ്ഥലങ്ങളിൽ മാറ്റി മാറ്റി കൊണ്ടുപോയി, എന്തൊക്കെ ചോദ്യങ്ങൾ ചെയ്തു, ഒരു മാറ്റവുമില്ല. ഈ മനുഷ്യന് എന്തോ അത്ഭുത ശക്തി ഉള്ളതുപോലെ. ഇത് പുലിക്കുരിശി കാടല്ലേ, നമുക്കല്പം വിശ്രമിക്കാം. ഈ വെയിലത്ത് നടന്ന് വല്ലാത്ത ക്ഷീണം. പെരുവാൾ ജയിലിലേക്ക് ഇനി 10 മൈൽ കൂടി താണ്ടണം. അവിടുത്തെ ആരാച്ചാരുടെ അടുക്കലെത്തിച്ചാൽ നമുക്കല്പം വിശ്രമം കിട്ടും. എന്താടാ? വെള്ളം, വെള്ളം. നിനക്ക് വെള്ളം വേണമല്ലേ? ശരി, ഇപ്പോൾ തരാം. ചാകാൻ പോകുന്ന നിനക്കെന്തിനാടാ വെള്ളം? ദാഹിച്ചു വരണ്ട് എന്റെ ചങ്ക് പൊട്ടിപ്പോകും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. യേശുവേ, ഈ കടുത്ത പരീക്ഷകൾ സഹിക്കുവാൻ വേണ്ട ശക്തി എനിക്ക് തരണമേ. യേശുവേ നന്ദി. ഈ പാപിയോട് കരുണ കാണിക്കാൻ മാത്രം എനിക്ക് എന്ത് മേൽമയാണ് യേശുവേ. അങ്ങയുടെ കാരുണ്യം എത്രയോ വലുതാണ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ, ഇതാണോ രാജദൂതന്മാർ അറിയിച്ച നീലകണ്ഠപിള്ള? അതെ, ഇവനാണവൻ. ഓ, ഇവനൊരു പാവമാണല്ലോ. ഇവനെ എന്തു ചെയ്യണം? കൈകാലുകൾ വെട്ടിയ ശേഷം തല അവസാനം വെട്ടിക്കളയാം, മതിയോ? അതോ ഒറ്റ വെട്ടിന് തല കൊയ്യണമോ? അതൊക്കെ രാജാവ് പിന്നീട് അറിയിക്കും. ഇവനെ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊല്ലണമെന്നാണ് രാജകൽപ്പന. ഭക്ഷണം വളരെ കുറച്ചു കൊടുത്താൽ മതി. പട്ടിണി കിടന്ന് ചത്തോളും. മഴയെത്തും വെയിലെത്തും, തന്നെ കെട്ടിയിടാം. അങ്ങനെ ആവട്ടെ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറിയാൽ 2 ആഴ്ച. നിങ്ങൾ കോലായിൽ വിശ്രമിച്ചോളൂ. അതെ, എന്താ കമലേശ്വരി? ഈ മനുഷ്യനൊരു പാവമാ. കണ്ടോ, ആ കണ്ണിലേക്കൊന്ന് നോക്കിയേ. എന്തൊരു ദിവ്യത്വം, എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. അയ്യോ കമലേശ്വരി, വേണ്ടാത്തിനൊന്നും പോകരുതേ. നീ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. എന്റെ ദിവ്യത്വവും തേജസ്സും ഒക്കെ പോരെ. അതല്ല മനുഷ്യ, ഇയാൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്, അത് ഉറപ്പാ. മതി മതി, നിന്റെ സഹതാപം ഒന്നും വേണ്ട. രാജകൽപ്പന അനുസരിക്കുക, അത് മതി. ഇനി നീ ഇവിടെ നിന്നാ ശരിയാകില്ല. നീ വാ കുടിലിലേക്ക്. നിനക്ക് കുളന്തകളില്ലാത്തതിന്റെ കുഴപ്പമാ. ആരെ കണ്ടാലും ഒരു ദിവ്യത്വം തോന്നും. ഈ ദിവ്യന്മാരെയൊക്കെ അടുപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. കമലേശ്വരി, അവരൊന്ന് നോക്കിയാൽ മതി. ആ വേണ്ടാതീനം പറയാതെ മനുഷ്യ, ഒരു കാര്യം ഉറപ്പാ, ഇയാളൊരു സാധാരണക്കാരനല്ല. ഞാൻ ആ മനുഷ്യന്റെ കെട്ടഴിക്കാൻ പോകുക. എത്ര നേരമായി നിൽക്കുന്നു. പാവം, ഒന്നിരിക്കാനോ കിടക്കാനോ പറ്റാതെ. വേണ്ട കമലേശ്വരി, വേണ്ട. അതിനൊന്നും പോകണ്ട. രാജകോപമുണ്ടാകും. ഇതെന്ത് പണിയായി കാണിക്കുന്നേ? നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇയാൾ അങ്ങനെ ഓടിപ്പോകുന്നവനല്ല, പാവം. നിങ്ങൾ രണ്ടുപേരും കോലായിൽ ഇരുന്നോളൂ, വെറുതെ വെയില് കൊള്ളണ്ട. ഇയാളെ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലേ? ഞങ്ങൾ നോക്കിക്കോളാം. കമലേശ്വരി, നീ എന്ത് കണ്ടിട്ടാ ഈ പുറപ്പാട്? എടി, ഞാൻ എല്ലാവരുടെയും തല കൊയ്തിട്ടേ ഉള്ളൂ. ഇതോടെ എന്റെ തല രാജാവ് കൊയ്യുമെന്നാ തോന്നുന്നേ. എങ്ങോട്ടാ? അദ്ദേഹത്തെ ഒന്ന് കാണണം. എൻ്റെ മകന്റെ ദീനം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മാറി നന്ദി പറയാൻ വന്നതാ. അത് നടക്കില്ല.
എന്താ കൈക്കൂലി തരാൻ നോക്കുവാണോ? ഞങ്ങൾ സത്യസന്ധരായ ഭടന്മാരാ. താനൊന്നും മിണ്ടായിരിക്കണോ? ഒരു സത്യസന്ധൻ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതെനിക്ക്, ഇതിലൊരു നാണയം അയാൾക്ക്. വെറുതെ കിട്ടണല്ലേ? ഒന്ന് കണ്ണടച്ചാൽ ഇതൊരു വരുമാന മാർഗമാവും നമുക്ക്. വല്ല ഛേദമുണ്ടോ? അപ്പോൾ നമുക്ക് കണ്ണടയ്ക്കാമല്ലേ? ആടോ, അതാ ബുദ്ധി. അങ്ങുന്നേ കുരുടനായ എന്നെ നോക്കണമേ, കുരുടനായ എന്നെ അങ്ങൊന്ന് നോക്കണമേ. കർത്താവായ യേശു നിന്നെ സുഖപ്പെടുത്തും, നീ പൊയ്ക്കൊള്ളുക. കിട്ടി, എനിക്ക് കാഴ്ച കിട്ടി. എനിക്കിപ്പോൾ എല്ലാം കാണാം, എനിക്കിപ്പോൾ എല്ലാം കാണാം, എനിക്കെല്ലാം കാണാം. സഹോദരരെ, എൻ്റെ മുന്നിൽ നിങ്ങൾ മുട്ടുകുത്തരുത്. ഞാനൊരു പാവം മനുഷ്യൻ മാത്രം. എല്ലാ മഹത്വവും ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. ഞാനൊരു പാപിയാണ് നിങ്ങളെപ്പോലെ. നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മെ സഹായിക്കുന്ന നല്ലവനാണ് നമ്മുടെ ദൈവം. ദൈവം സ്നേഹമാകുന്നു. ഇതാ അവിടുന്ന് നൽകിയ പരിപാലനയുടെ വലിയൊരു തെളിവ്. സ്നേഹമാവുന്ന പിതാവാണ് നമ്മുടെ ദൈവം. നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഈ ഒരു അത്ഭുതം ഇപ്പോൾ ഇവിടെ ദൈവം പ്രവർത്തിച്ചത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താടേ, നീ കുരുടനാണോ? ഇല്ല, ഞാൻ കുരുടനായിരുന്നു. എന്നാൽ എനിക്കിപ്പോൾ എല്ലാം കാണാം. എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാം. നിനക്കൊന്നും കാണാൻ കഴിയില്ല. നീ ഒന്നും കാണണ്ട. അതെ, എന്താ കമലേശ്വരി? ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കോ? നീ പറഞ്ഞ ഏത് കാര്യമാ ഞാൻ അനുസരിക്കാത്തെ? അനുസരണയുള്ള ഒരു ഉത്തമ ഭർത്താവിനെ നിനക്ക് വേറെ കിട്ടുമോ? അതേ, എന്താന്ന് വെച്ചാ ഒന്ന് പറ എന്റെ പൊന്നെ. നമുക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഈശ്വരൻ അനുവദിച്ചിട്ടില്ല. ഇല്ല, കരളിൽ കുത്തുന്ന വർത്തമാനമൊന്നും പറയല്ലേ പൊന്നു. ഞാനത് ഓർത്ത് നീറി മരിക്കുകയാ. നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ ആ ദിവ്യപുരുഷനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ? ഞാനിത് കുറച്ച് ദിവസമായി ആലോചിക്കുന്നു. എന്തുമാത്രം ജനങ്ങളാ ഈ ദിവ്യപുരുഷനെ കാണാൻ വരുന്നത്. എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നുണ്ട്. ഇയാൾ പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ കേൾക്കും. വാ കമലേശ്വരി, നമുക്കിപ്പോൾ തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണാം. പകലാകുമ്പോൾ ആരെങ്കിലും കാണും, പിന്നെ പുലിവാലാകും. നീ വാ. അങ്ങൊരു ദിവ്യപുരുഷനാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അങ്ങയുടെ ദൈവം അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ കമലേശ്വരിയെ സംബന്ധം ചെയ്തിട്ട് ഈ തുലാത്തിൽ 12 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞ്. അടിയങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത്രയും സങ്കടമുണ്ട്. ദേശത്തിലെ പെണ്ണുങ്ങളെല്ലാം എന്നെ കളിയാക്കുകയാണ്. നടത്താത്ത പൂജകളില്ല, സന്ദർശിക്കാത്ത അമ്പലങ്ങളില്ല, വിളിക്കാത്ത ദൈവങ്ങളില്ല. ആരും ഞങ്ങളുടെ സങ്കടം കാണുന്നില്ല. അങ്ങ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ഞങ്ങൾക്ക് ഉറപ്പാ. ഞങ്ങളോട് കരുണ തോന്നണം. സർവശക്തനായ യേശുവേ, ഈ സാധുക്കളുടെ മനസ്സിന്റെ വേദന അവിടുന്ന് കാണുന്നുണ്ടല്ലോ. യേശുവേ, ഇവരുടെ ദുഃഖം മാറ്റി ഇവരുടെ ആഗ്രഹം സഫലമാക്കണമെന്ന് ഈ എളിയവൻ പ്രാർത്ഥിക്കുന്നു. സമാധാനമായി പോകുക. ഞാൻ ഉറപ്പു നൽകുന്നു, താമസിക്കാതെ നിങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കും.
മുഖത്തൊരു മുത്തം നൽകി മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ദേശത്തിൻ മുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു, പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ചു നീറിക്കരഞ്ഞു. ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം, ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദനായി ഞാൻ കരഞ്ഞു. ആ നേരമീശോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ നിന്നാനന്ദമാകും, നാളെ നിന്നാനന്ദമാകും. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി മുള്ളുകളൻ മുഖത്തെങ്ങും
നൊമ്പരമേകി സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. കാര്യം ഈ പിള്ള നമുക്കൊരു വരുമാന മാർഗം തന്നെ. പക്ഷേ വീട്ടിൽ പോയിട്ട് എത്ര കാലമായി, മക്കളെ കാണാഞ്ഞിട്ട് നെഞ്ച് പൊരിയണം. എൻ്റെ മാധുരി ഇപ്പോൾ ആരുടെ കൂടെയാണാവോ? വേളി കഴിഞ്ഞ് 1 മാസമായപ്പോഴേക്കും ഞാൻ ഇങ്ങ് പോന്നില്ലേ? പെണ്ണല്ലേ? ഈ പിള്ള ജീവിച്ചിരിക്കും കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? എന്താ? രാവിലെ ചന്തയിൽ പോയി ഞാൻ കുറച്ച് വിഷം വാങ്ങി വരാം. അത് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്താൽ ഈ ശല്യം ഒഴിവായി കിട്ടും. അത് വേണോ? തനിക്ക് തൻ്റെ മാധവിയെ കാണണോ? അത് വേണം. പക്ഷേ ഇതാരെങ്കിലും അറിഞ്ഞാൽ? ആരും അറിയില്ല. വേറെ ഒരു മാർഗവുമില്ല സുഹൃത്തെ. അങ്ങ് എവിടെയെങ്കിലും പോയി ഓടി രക്ഷപ്പെട്ടോളൂ. ഈ ചങ്ങല ഞാൻ അഴിച്ചു തരാം. അവൻ ഒരു കൊടിയ വിഷം തന്ന് അങ്ങയെ കൊല്ലും. സഹോദര, യുദ്ധരംഗത്ത് നിന്നും ഒളിച്ചോടി പോകുന്നവർ യഥാർത്ഥ പടയാളികളല്ല. യേശുവിനെ പ്രതി മരിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഈ അവസരം ഞാൻ പാഴാക്കില്ല. സഹോദരൻ സമാധാനമായി പോയി ഉറങ്ങിക്കൊള്ളൂ. നല്ല ദാഹമുണ്ടാവും. ഭയങ്കര വെയിലല്ലേ, ഇത് കുടിച്ചോളൂ. എല്ലാ ദാഹവും ശമിക്കും. ഞാനിത് മുഴുവനും കുടിച്ചോട്ടെ? മുഴുവനും കുടിച്ചോളൂ, ക്ഷീണം മാറട്ടെ. വളരെ നന്ദിയുണ്ട്. എന്താ എല്ലാവരും എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? വിഷം എന്നെ തീണ്ടില്ല. സഹോദരരെ, യേശുവിൻ്റെ രക്തമാണ് എൻ്റെ സിരകളിൽ. എത്ര കടുത്ത വിഷവും നിർവീര്യമായി പോകും. മാരകമായ എന്തു കുടിച്ചാലും അതെനിക്ക് ഏൽക്കില്ല. എൻ്റെ യേശു അനുവദിച്ചാൽ മാത്രമേ എൻ്റെ ജീവനെടുക്കാൻ നിങ്ങൾക്കാവൂ. മാപ്പ് തരണം. നീലകണ്ഠ പിള്ളയെ പട്ടണിക്കിട്ട് ഇഞ്ചിഞ്ചായിക്കൊള്ളണം എന്നല്ലേ മഹാരാജാവ് പറഞ്ഞിരുന്നത്? അതെ. ഇപ്പോൾ എന്തുണ്ടായി? എന്തുണ്ടാകാൻ മഹാരാജാവേ? പറയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്. മഹാരാജാവിന്റെ കൽപ്പനയ്ക്ക് പുല്ലുവില പോലും ആരും കൽപ്പിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് അടിയങ്ങൾക്ക് സങ്കടം. നിങ്ങൾ കാര്യം പറയൂ. ആ വഞ്ചകൻ ആരാച്ചാർ ചൂടും മഴയും തണുപ്പും കൊള്ളിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു. ഈ നീചന്റെ അനുഗ്രഹം കൊണ്ട് അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്രേ. ഇപ്പോ ഭാര്യയും ഭർത്താവും ആ നീചന്റെ ഭക്തരാണത്രേ. നാം ഏൽപ്പിച്ച ഭടന്മാർ അവിടെ ഇല്ലേ? അവരില്ലാതിരിക്കുന്നതാ ഭേദം. കൈക്കൂലി വാങ്ങി ആൾക്കാരെ കടത്തിവിടുന്നു ആ ഏഫ്യന്മാർ. തിരുമനസേ, നമ്മുടെ അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു. അടുത്ത പ്രദേശത്തെ ഹിന്ദുക്കളെയൊക്കെ ഈ നീചൻ അവന്റെ മതത്തിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കുന്നു.
പട്ടിണിക്കിടുന്നതിന് പകരം ജനങ്ങൾ ഭക്ഷണവും പഴങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുന്നു. നീലകണ്ഠൻ അത് നിന്ന് കൊഴുത്ത് ചീർത്തിരിക്കുകയാ. ചില കത്തനാർ വന്ന് അവന് എന്തൊക്കെയോ കൊടുക്കുന്നു. വെള്ള നിറത്തിൽ വട്ടത്തിൽ ഒരു സാധനം. അതാണ് അവന്റെ ശക്തി. ചില ചെപ്പടി വിദ്യകൾ കാണിച്ച് ആൾക്കാരെ മയക്കിയിരിക്കുന്നു. നിർത്തൂ. ആ നീചനെപ്പറ്റി കേട്ടത് മതി. നീലകണ്ഠനെ പെരുവെള്ളയിൽ നിന്ന് മാറ്റി ആറുവാമുഴിക്കോട്ടയിൽ കൈകാലുകൾ വിലങ്ങണയിച്ച് പാർപ്പിക്കട്ടെ. അവന് ആഹാരമൊന്നും കൊടുത്തു പോകരുത്. രാത്രിയും പകലും നമ്മുടെ വിശ്വസ്ത ഭടന്മാർ കാവൽ നിൽക്കട്ടെ. ബ്രാഹ്മണ പ്രമുഖർ മേൽനോട്ടം വഹിക്കട്ടെ. ഇത് രാജകൽപ്പന. അങ്ങയെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. പക്ഷേ താങ്കളുടെ ഈ അവസ്ഥയിൽ ഞാൻ ദുഃഖിക്കുന്നു. സുഹൃത്തെ, വരാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടും താങ്കൾ സത്യദൈവത്തിന്റെ വഴി തന്നെ തിരഞ്ഞെടുത്തു. അതേക്കുറിച്ചോർത്ത് ഇന്നുവരെ ഒരു നിമിഷം പോലും ഞാൻ ദുഃഖിച്ചിട്ടില്ല. സുഹൃത്തെ, ക്രിസ്തുവിനെ പ്രതിയുള്ള ഈ പീഡനങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എനിക്കിനി പിതാവെങ്കിലേക്ക് അണയാൻ സമയമായി. ആ പുണ്യനിമിഷത്തിലേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാത്തിനും വഴിയൊരുക്കി തന്ന അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സുഹൃത്തെ, താങ്കളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ശ്രേഷ്ഠൻ. ഈ ദൈവദാസന്റെ മുന്നിൽ ഞാൻ എത്രയോ നിസാരൻ. പ്രിയ സുഹൃത്തെ, എന്റെ പ്രാർത്ഥനകളിൽ എന്നും താങ്കൾ ഉണ്ടാവും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നിനക്കു നല്ലതു വരട്ടെ. ഇങ്ങനെ പോയാൽ രാജ്യം ക്രിസ്ത്യാനികളെ കൊണ്ട് നിറയും. ദൈവസഹായം പിള്ളയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഒത്തിരി ഹൈന്ദവർ ക്രിസ്തുമതത്തിലേക്ക് മാറിക്കഴിഞ്ഞു. മുമ്പൊരിക്കൽ പുലിയൂർ കുരിശിക്കാട്ടിൽ ഒരു പാറയിൽ അയാൾ കൈമുട്ട് മടക്കി ഇടിച്ചപ്പോൾ പാറ പിളർന്ന് വെള്ളം വന്നു. അന്നു മുതൽ അദ്ദേഹത്തിന് ദൈവാംശം കൽപ്പിച്ചു വരുന്നു. ക്രിസ്തുവിന്റെ പേരിൽ ഇയാൾ അത്ഭുതങ്ങൾ കാണിച്ച് ഇയാൾ ആളുകളെ ആകർഷിക്കുന്നു. ഇത് തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തിന് ആപത്ത്. അവനേറ്റ പീഡനങ്ങളൊന്നും അവന്റെ അനുയായികൾക്ക് ഒരു ഭയവും ഉണ്ടാക്കിയില്ല. ഇനി വേണ്ടത് കടുത്ത ശിക്ഷ തന്നെയാണ്. അവനില്ലാതായാലേ ഈ ക്രിസ്ത്യാനികൾ ഒരു പാഠം പഠിക്കൂ. മതം മാറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അവരറിയണം. ദളവ, രഹസ്യമായി പിള്ളയെ കാറ്റാടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുക. ഇത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൽപ്പന. അല്പം വിശ്രമിച്ചിട്ട് പോകാം അല്ലേ? നിങ്ങൾക്ക് ക്ഷീണം കാണും. ഇത്രയും നടന്നതല്ലേ? ഞങ്ങൾക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് കാറ്റാടി മലയിൽ എത്തണം. അയ്യോ, ഞാൻ അങ്ങേ ഒന്ന് കാണാൻ വന്നതാണ്. അവസാനമായി അല്ലേ? രഹസ്യമായി നടപ്പാക്കാൻ രാജാവ് കൽപ്പിച്ച എന്റെ വധശിക്ഷയെക്കുറിച്ച് നിന്നോട് പറഞ്ഞത് ആ ആരാച്ചാരായിരിക്കും. അതെ, രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തന്നിട്ടും നിങ്ങളത് കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. എന്തിന് രക്ഷപ്പെടണം? എന്റെ പ്രാർത്ഥനയിലൂടെ സന്താന ഭാഗ്യമുണ്ടായതിന്റെ നന്ദി ആരാച്ചാർ എന്നോട് കാണിച്ചു. അത്രയുള്ളൂ. എന്നാലും കരയരുത്. ദൈവം തന്ന ജീവൻ
ജീവിതം അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ദൈവത്തിന് ഇഷ്ടമുള്ളവരെയൊക്കെ അവൻ നേരത്തെ വിളിക്കുന്നു. എന്നെ ദൈവം അധികമായി ഇഷ്ടപ്പെട്ട് കാണും. കരയരുത്, പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി. കർത്താവ് നിനക്ക് സമാധാനം നൽകും. പോകാൻ സമയമായി. എല്ലാം പൂർത്തിയാക്കി ഞാൻ മടങ്ങുന്നു. അന്ന് 1752 മകരമാസം 14-ാം തീയതി കാറ്റാടിമലയിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അഞ്ച് വെടിയുണ്ടയേറ്റ ആ ശരീരം വിശ്വാസത്തിന്റെ രക്തവർണം കൊണ്ട് കുതിർന്നു. കാട്ടിലുപേക്ഷിക്കപ്പെട്ട ആ മൃതശരീരം കണ്ടെത്തുവാൻ ആർക്കുമായില്ല. നാളുകൾക്കു ശേഷം അവശേഷിച്ച അസ്ഥികൾ കണ്ടെത്തുകയും ആ അവശിഷ്ടങ്ങൾ കോട്ടാറിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പേരിലുള്ള ദൈവാലയത്തിലെ അൾത്താരയ്ക്ക് മുന്നിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ച ആ കർമ്മയോഗിയുടെ സ്മാരകങ്ങൾ ഇന്നും വിശ്വാസികൾ കാത്തുസൂക്ഷിക്കുന്നു വിശുദ്ധിയോടെ. ദേവസഹായം പിള്ളയുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. വിശുദ്ധ തോമാസ് ലീഹ പറഞ്ഞതുപോലെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന വാക്കുകൾ ഹൃദിസ്ഥമാക്കിക്കൊണ്ട് യേശുവിനെ അനുഗമിച്ച ദേവസഹായം പിള്ളയുടെ ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ. അവന്റെ അസ്ഥികളിൽ നിന്നും ഉതിർന്ന അഗ്നി നമുക്കും ഹൃദയത്തിലേറ്റുവാങ്ങി അണയാതെ സൂക്ഷിക്കുവാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കാറ്റാടിമലയിലെ കനകവിളക്ക് എന്ന നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ഇടവക വികാരി ജോസഫ് അൻലച്ചനും പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും നാടകം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഇടവക അംഗങ്ങൾക്കും മറ്റ് നല്ലവരായ നാട്ടുകാർക്കും നന്ദി. ോടനുബന്ധിച്ച് കാറ്റാടിമലയിലെ കനകവിളക്ക് എന്ന ദേവസഹായത്തിൻ്റെ ജീവിതമാസ്പദമാക്കിയുള്ള നാടകം സമാപിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ ഈ നാടകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അഭിമാനം തോന്നുന്നു. എല്ലാവരും ആസ്വദിച്ച, വളരെ നിശബ്ദമായി കണ്ടിരുന്ന, കരഞ്ഞിരുന്ന നിമിഷങ്ങളായിരുന്നു കടന്നുപോയ നിമിഷങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ മനോഹരമായി ഈ നാടകം, അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് മുതിയാവിള ശ്രീ ഷിബു ആണ്. ഷിബുവിനെ നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്, ഒരു പ്രഗത്ഭനായ നാടകക്കാരനാണ്. ഷിബുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ, ഇടവകയുടെ പേര് കൃത്യമായ നന്ദിയും അറിയിക്കുന്നു. ഒപ്പം വേദിയിൽ, സ്റ്റേജിലും പിന്നിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും എല്ലാവരും നന്നായി ചെയ്തു. വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ദേവസഹായം പിള്ളയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശ്രീ അനിൽകുമാർ വളരെ നന്നായി അദ്ദേഹം കഥാപാത്രത്തെ അവതരിപ്പിച്ചു. വളരെ ഹൃദ്യമായിരുന്നു.
എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന എല്ലാവരും അല്പം കണ്ണ് നനച്ചു എന്ന് തോന്നുന്നു. അപ്പം വളരെ സന്തോഷം. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ, നന്ദി. ഒപ്പം അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനയിച്ചവർക്കും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇടവകയുടെ കൃത്യമായ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമായിരുന്നു ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ട നാടകം. ഒരു ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവ് എത്രത്തോളം ശക്തമായിട്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ആ ദേവസഹായം പിള്ളയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും ആ ജീവിതം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായി ഇത് വീക്ഷിച്ച, ആസ്വദിച്ച, കൂടെയായിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി നേരുന്നു. താങ്ക് യു.